ഞാൻ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയട്ടെ. എത്ര കണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. യൂസുഫ് അലൈഹിസ്സലാം രാജകീയ ജീവിതത്തിന്റെ പ്രൗഢഭാവങ്ങൾ താണ്ടിക്കിടന്ന മനുഷ്യൻ, സൗഭാഗ്യങ്ങളൊക്കെ നൽകി ഭൂമിയുടെ 30 അടി താഴോട്ടുള്ള പൊട്ടക്കിണറിൽ നിക്ഷേപിച്ചപ്പോ, ഇല്ലായ്മ ചെയ്യാൻ ജനം കൊതിച്ചപ്പോ, ഇക്കാക്കമാർ ആഗ്രഹിച്ചപ്പോ, ഭൂമിയിൽ 6 അടി മണ്ണിലാണ് നമ്മൾ മയ്യത്ത് വെക്കുക. പക്ഷേ 10-30 അടി താഴെയുള്ള കിണറിലിടുമ്പോ ഇനി ഒരിക്കലും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരരുതേ എന്ന് വിചാരിച്ചിട്ടുള്ള ആളായിരുന്നു യൂസുഫ് നബിയുടെ ബ്രദറൊക്കെ. അങ്ങനെ വിചാരിച്ചവരാ. ആ മനുഷ്യൻ അല്ലാഹു ഭൂമിയിൽ ഉയരാവുന്ന ഏറ്റവും വലിയ ഉയർച്ച രാജകീയ പദവിയിൽ കൊണ്ടുപോയി ഉയർത്തിക്കൊടുത്തു. അല്ല വിചാരിച്ചാലേ ഒരാൾ ഉയരൂ, അല്ല വിചാരിച്ചാലേ ഒരാൾ താഴെ കിടക്കൂ, അല്ല വിചാരിച്ചാൽ ഉയർത്താൻ വിചാരിച്ചാൽ തടുക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഒരസൂയക്കും കഴിയില്ല, ഒരു വിദ്വേഷത്തിനും കഴിയില്ല, ഒരു വെറുപ്പിനും കഴിയില്ല. ഈ പോയിന്റ് നമ്മൾ ഉൾക്കൊള്ളണം. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാളുകൾ വന്ന് സ്വപ്ന വ്യാഖ്യാനം ചോദിക്കുകയാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞോട്ടെ, നമ്മൾ ദൈവത്തിനെ കുറിച്ച് വാചാലരാകേണ്ടത്. ഒരാളെ കണ്ടാൽ 2 ആള് വരികയാണ്, സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചാൽ വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ ചിന്തിക്കുക? സ്വപ്ന വ്യാഖ്യാനമൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിനൊക്കെ പാകപ്പെടുത്തിയതിനു ശേഷം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് ഓടി കേൾക്കൂലേ? 500 രൂപ സഹായം ചോദിക്കുക ഒരാൾ വന്നാൽ, 500 രൂപ കൊടുത്താൽ, 500 റിയാൽ കൊടുത്താൽ എനിക്ക് നിങ്ങളോട് കാര്യം പറയേണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് എനിക്ക് നേരില്ല എന്ന് പറയോ? അറിയില്ല, അയാൾ കേൾക്കാൻ തയ്യാറാവും. പക്ഷെ ആ വഴി ഇസ്ലാം സ്വീകരിച്ചില്ല. ആ വഴി ഇസ്ലാം സ്വീകരിച്ചില്ല. സ്വപ്ന വ്യാഖ്യാനം പറയാൻ വന്നപ്പോ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ആയത്തൊന്ന് മനസ്സുകൊണ്ട് നോക്കിയൊക്കെ, നമ്മുടെ വാച്ചിലെ ടൈം നോക്കിയേ. എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും ആ ചോദ്യത്തിന്? പച്ചയായ ഒരു ദൈവത്തിനെ പറ്റിയാ പറയുന്നത്. ഫ്ലൈറ്റിൽ ഒരാൾ ഇരിക്കുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. വാ, ഇന്നലെ ഒരാളെ റോട്ടിൽ വെച്ച് കണ്ടു. മെനയാന്നൊരാളെ പോകുമ്പോ എന്റെ സുഹൃത്തിന്റെ വണ്ടി കയറി, വരുമോ എന്ന് ചോദിച്ചു. അവരൊക്കെ ഇന്നലെ വന്നു. നമുക്ക് ക്ഷണിക്കാനേ കഴിയൂ, നിർബന്ധിക്കാൻ കഴിയില്ല. പക്ഷേ യൂസുഫ് നബി ഉപയോഗപ്പെടുത്തിയ ഏതാനും സെക്കൻഡ് അത് ദൈവത്തായി അല്ല പരിഗണിച്ചു. ലോകം അവസാനിക്കുന്നവരെ യൂസുഫ് നബിയുടെ ആ ദൈവത്ത് റബ്ബിലേക്ക് ക്ഷണിച്ച, വേറെ അദ്ദേഹം സംഘടിതമായി റബ്ബിലേക്ക് ക്ഷണിച്ച രംഗൊന്നും ഖുർആനിൽ വേറെ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങളല്ലാതെ ഏത് സെക്കൻഡിലും ഒരു ട്രെയിൻ യാത്ര, അല്ലെങ്കിൽ ഒരു ബസ് യാത്ര, അല്ലെങ്കിൽ മാർക്കറ്റിൽ കുറച്ച് സമയം ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഹോട്ടലിന്റെ നമ്മുടെ ഇരിക്കുന്ന സീറ്റിന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു മലയാളി എന്ന് തോന്നുന്ന ഒരാള്, അയാൾ ഫോണെടുത്ത് സംസാരിച്ച മലയാളത്തിൽ നമ്മൾ പരിചയപ്പെടാൻ, നമ്മൾ ആരും പരിചയപ്പെടാറില്ല. അയാൾ ചായ കുടിക്കുന്നു, അയാൾ ബില്ല് കൊടുക്കുന്നു, അയാൾ പോകുന്നു. അയാളെ മുഖത്ത് പോലും നമ്മൾ നോക്കാറില്ല, അയാൾ നമ്മളെ നോക്കാറില്ല. അയാളും താഴെ വെച്ച് തോണ്ടുകയാണ്, നമ്മളും താഴെ വെച്ച് തോണ്ടുകയാണ്. ശരിക്കും ചിന്തിച്ചോളണം. ശരിക്കും ആരെങ്കിലും മുഖത്ത് നോക്കാൻ വല്ല അവസരമുണ്ടോ?